ഞാനൊരു പേന നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കുകയാണ്. ആ പേന വിൽക്കാൻ വേണ്ടിയുള്ള എന്റെ അവകാശവാദം ഇതാണ്. എന്റെ കയ്യിലുള്ളത് ഒരു മാന്ത്രിക പേനയാണ്. ഇതുകൊണ്ട് ഞാൻ എന്തെഴുതിയാലും അത് യാഥാർത്ഥ്യമാകും. ഇതുകൊണ്ട് ഞാൻ എന്ത് വരച്ചാലും അത് ജീവനുള്ളതാകും. സ്വാഭാവികമായും നിങ്ങൾ ആ മാന്ത്രിക പേനയെയും അതിന്റെ അവകാശവാദങ്ങളെയും സംശയിക്കും. നിങ്ങൾക്കൊരു സാധാരണ പേനയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാം. ഒരു പേന കൊണ്ട് നിങ്ങൾക്ക് എഴുതാനും വരയ്ക്കാനും അളവെടുക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലത്തെ മാന്ത്രിക സ്വഭാവമുള്ള പേന നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ അവകാശവാദങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. ഈ മാന്ത്രിക പേനയുടെ അവസ്ഥ തന്നെയാണ് മെഡിറ്റേഷനും ഉള്ളത്. ഏകദേശം 75 വർഷത്തെ സയന്റിഫിക് ലിറ്ററേച്ചറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ അത് നിലനിന്നു പോകുന്ന റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കാരണം ഒരുപാട് സ്യൂഡോ സയൻസ് ചേർത്തിളക്കി ഒരു അവിയൽ പരുവത്തിലാണ് മെഡിറ്റേഷൻ നിലനിൽക്കുന്നത്. ചിലർ മെഡിറ്റേഷനിലൂടെ ദൈവത്തിന്റെ അടുത്തെത്തിയതായും ദൈവത്തെ അറിയാൻ സാധിച്ചതായും അവകാശപ്പെടുന്നു. മറ്റു ചിലർ അവർക്ക് ബോധോദയം കിട്ടിയതായി പറയുന്നു. മെഡിറ്റേഷനിലൂടെ സിക്സ്ത് സെൻസ് നേടിയെടുക്കാൻ പറ്റുമെന്നും ഫ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ അവകാശപ്പെടുന്ന വേറെ ആൾക്കാരുമുണ്ട്. ശരിക്കും എന്താണ് മെഡിറ്റേഷൻ എന്ന പ്രക്രിയയുടെ സത്യാവസ്ഥ? എന്താണ് മെഡിറ്റേഷനെ പറ്റി ശാസ്ത്രം പറയുന്നത്? ഇതിന്റെ ഏതൊക്കെ വശങ്ങളാണ് സ്യൂഡോ സയൻസ്? പരിശോധിക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ. മെഡിറ്റേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കണ്ണുകൾ അടച്ച് ധ്യാനിക്കുന്ന ഒരു മഹർഷിയുടെ രൂപമായിരിക്കാം. അല്ലെങ്കിൽ ബോധോദയം കിട്ടിയ ബുദ്ധന്റെ ഒരു ചിത്രമായിരിക്കാം. ട്രഡീഷണലി ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം പോലുള്ള മതങ്ങളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മെഡിറ്റേഷനെ പറ്റി സംസാരിക്കാറുള്ളത്. ഈ മതങ്ങളെ കൂടാതെ ക്രിസ്ത്യാനിറ്റി, സൂഫിസം പോലുള്ള മതങ്ങളിലും ഈശ്വര പ്രാർത്ഥനയോടനുബന്ധിച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസസ് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. 1950കൾക്ക് ശേഷം ഈസ്റ്റേൺ ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് ആശയങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വ്യാപിച്ചതിന്റെ ഭാഗമായി മെഡിറ്റേഷൻ പ്രാക്ടീസസ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ലവിംഗ് കൈൻഡ്നസ് മെഡിറ്റേഷൻ, വിപാസന, യോഗ എന്നിങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ലഭ്യമാണ്. ശരിക്കും മെഡിറ്റേഷൻ ഒരു അംബ്രല്ല ടേം ആണ്. അവനവന്റെ ശരീരത്തിലേക്കോ ശ്വാസോച്ഛ്വാസത്തിലേക്കോ ഒരു മന്ത്രത്തിലേക്കോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് മെഡിറ്റേഷനെ കാണാം. ഒബ്സർവിംഗ് ഇൻ എ നോൺ ജഡ്ജ്മെന്റൽ വേ. നിങ്ങൾക്ക് വരുന്ന ചിന്തകളെയും ബോഡി സെൻസേഷനെയും വിശകലനം ചെയ്യാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ. മതാചാരങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി ഒരു സോളോ പ്രാക്ടീസായി മെഡിറ്റേഷൻ മാറിയിട്ട് അധിക നാളായിട്ടില്ല. മുമ്പൊക്കെ ഒരു യോഗി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഹിന്ദു മതാചാരത്തിന്റെ ഭാഗമായി പിന്തുടരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിസ്റ്റ് ആണ് ധ്യാനിക്കുന്നതെങ്കിൽ അയാൾ ബുദ്ധന്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്ത് അതിനാസ്പദമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇന്ന് ഈ ഒരു ചട്ടക്കൂടിലല്ല മെഡിറ്റേഷൻ കിടക്കുന്നത്. നിങ്ങൾ റിലീജിയസ് ആണെങ്കിലും ഏത്തീസ്റ്റ് ആണെങ്കിലും അഗ്നോസ്റ്റിക് ആണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെക്യുലർ ആക്ടിവിറ്റിയായി മെഡിറ്റേഷൻ മാറിയിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേക സ്പിരിച്വൽ ലൈഫ് സ്റ്റൈലോ റിലീജിയസ് ലൈഫ് സ്റ്റൈലോ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു വ്യക്തി എങ്ങനെയാണോ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നിലനിൽക്കുന്ന നൂറുകണക്കിന് മെഡിറ്റേഷൻ രീതികളെ ജനറലി നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഫോക്കസ്ഡ് മെഡിറ്റേഷൻ. ഫോക്കസ്ഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി ഏതെങ്കിലും ഒരു മന്ത്രത്തിലോ ഒരു വാക്കിലോ അയാളുടെ ശ്വാസത്തിലോ അറ്റൻഷൻ ഫോക്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ മറ്റു ചിന്തകളിലേക്ക് മനസ്സ് പോകുമ്പോൾ വീണ്ടും അറ്റൻഷനെ തിരിച്ച് ആ ഒബ്ജക്റ്റ് ഓഫ് അറ്റൻഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് ഫോക്കസ്ഡ് മെഡിറ്റേഷൻ. രണ്ടാമത്തെ മെഡിറ്റേഷൻ കാറ്റഗറിയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇവിടെയും നിങ്ങൾ അറ്റൻഷൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് ഓഫ് അറ്റൻഷൻ ഈ മെഡിറ്റേഷനിൽ ഉണ്ടാകില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സെൻസേഷൻസ്, ചിന്തകള് ഇതിനെയൊക്കെ പാസീവായി നിരീക്ഷിക്കുക മാത്രമാണ് മൈൻഡ്ഫുൾനെസിന്റെ ലക്ഷ്യം. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാനാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ശ്രമിക്കുന്നത്. ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷന്റെ ഭാഗമായി ഉണ്ടായ മെഡിറ്റേഷൻ സ്റ്റൈലാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഈ രണ്ട് ടെക്നിക്കുകളും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന പല മെഡിറ്റേഷൻ പ്രാക്ടീസസും ഉണ്ട്. സെൻ മെഡിറ്റേഷൻ നല്ലൊരു ഉദാഹരണമാണ്. മെഡിറ്റേഷന്റെ സ്യൂഡോ സയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് നിലവിലെ സയന്റിഫിക് കമ്മ്യൂണിറ്റി മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുപാട് ഗവേഷണങ്ങളിൽ പലതരത്തിലുള്ള മെത്തഡോളജിക്കൽ ഫ്ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഗവേഷണ രീതികളിൽ വരുന്ന പിഴവുകൾ. ഞാൻ പരിശോധിച്ച ഇമ്പാക്ട് ഓഫ് മെഡിറ്റേഷൻ എന്ന മെറ്റാ അനാലിസിസിൽ ഗവേഷകർ കണ്ടെത്തിയ 595 പഠനങ്ങളിൽ വെറും 163 പഠനങ്ങൾ മാത്രമാണ് ശരിയായ മെത്തഡോളജി ഫോളോ ചെയ്തതായി കണ്ടെത്തിയിട്ടുള്ളത്. ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, എത്ര പേരുണ്ടായിരുന്നു, പ്ലസീബോ മെഷർ ചെയ്യാൻ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ, ഇഫക്ട് സൈസ് എന്തായിരുന്നു തുടങ്ങി ടെക്നിക്കലായ ഒരുപാട് വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ശരിയായ റിസർച്ച് മെത്തഡോളജി ഫോളോ ചെയ്യാതെ ചെയ്യുന്ന റിസർച്ചിന്റെ റിസൾട്ട് സംശയാസ്പദമായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഒരുപാട് റിസർച്ചേഴ്സ് കോമൺ ആയി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ റിസർച്ചസിന്റെ മെത്തഡോളജിക്കൽ ഫ്ലോസ്. എന്നാലും ഞാൻ വായിച്ച ചില ക്വാളിറ്റി ആർട്ടിക്കിൾസിൽ കണ്ട ഫൈൻഡിങ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ആദ്യമായി നമുക്ക് അറ്റൻഷൻ എന്ന കോഗ്നിറ്റീവ് പ്രോസസ്സ് പരിശോധിക്കാം. എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്കുകളിലും കോമൺ ആയി അറ്റൻഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വസ്തുവിൽ അറ്റൻഷൻ കീപ്പ് ചെയ്യുന്നത് റിലേറ്റീവ്ലി എളുപ്പമായിരിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സസ്റ്റെയിൻഡ് അറ്റൻഷൻ അഥവാ അറ്റൻഷൻ നിലനിർത്തി കൊണ്ടുപോവുക എന്നൊരു സ്കില്ല് ലോങ് ടേം മെഡിറ്റേറ്റേഴ്സിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
ജനറലി ഏജ് കൂടുന്തോറും സസ്റ്റെയിൻഡ് അറ്റൻഷന്റെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നതായാണ് കാണാറുള്ളത്. മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ അറ്റൻഷൻ കുറയുന്നത് ഒരു പരിധിവരെ കൺട്രോളിൽ നിർത്താൻ പറ്റും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു അറ്റൻഷൻ ട്രെയിനിങ് മെക്കാനിസം എന്ന നിലയിൽ മെഡിറ്റേഷൻ വളരെ യൂസ്ഫുൾ ആണ്. രണ്ടാമതായി നമുക്ക് റിലാക്സേഷൻ എന്ന ആസ്പെക്ട് എടുക്കാം. ജനറലായി പറയുകയാണെങ്കിൽ ചില മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ചില വ്യക്തികൾക്ക് സ്ട്രെസ് കുറയ്ക്കാനും റിലാക്സ് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻ ജനറൽ എന്ന് പറയാൻ കാരണം സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ എല്ലാവർക്കും മെഡിറ്റേഷൻ യൂസ്ഫുൾ ആയിരിക്കണമെന്നില്ല. ഒരു ഫിസിക്കൽ എക്സസൈസ് എങ്ങനെയാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത്, അതേ അളവിൽ തന്നെയാണ് മെഡിറ്റേഷനും സഹായിക്കുന്നത് എന്നാണ് പല റിസർച്ചേഴ്സും പറയുന്നത്. സ്ട്രെസ്സിനും ആങ്സൈറ്റിക്കുമുള്ള ഒരു മാജിക് റെമഡിയായി നമുക്ക് മെഡിറ്റേഷനെ കാണാൻ പറ്റില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും വന്നുകൂടാ എന്നുമില്ല. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റീവ്ലി നിങ്ങൾക്ക് റിലാക്സേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ എവിഡൻസസ് പരിശോധിച്ചാൽ റൂമിനേഷൻ എന്നൊരു കാര്യം കുറയ്ക്കാൻ സഹായിക്കുന്നതായി കാണാൻ പറ്റും. നടന്ന കാര്യങ്ങളെക്കുറിച്ചോ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിരന്തരമായി ചിന്തിക്കുന്നതിനെയാണ് റൂമിനേഷൻ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ റിക്കറന്റ് ആയി വരുന്ന ചിന്തകളെ കുറിച്ചൊരു ബോധമുണ്ടാകും. ഇങ്ങനെ റൂമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ചിന്തകളെ പ്രസന്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ യൂസ്ഫുൾ ആണ് എന്ന് പല റിസർച്ചേഴ്സും കാണിക്കുന്നുണ്ട്. മെഡിറ്റേഷന്റെ സൈക്കോളജിക്കൽ ഗുണങ്ങൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അറ്റൻഷൻ ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്ന, ഒരു പരിധിവരെ സ്ട്രെസ് മാനേജ്മെന്റിനും റിലാക്സേഷനും സഹായിക്കുന്ന, റൂമിനേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസായി മെഡിറ്റേഷനെ കൺസിഡർ ചെയ്യാം. ഈ സൈക്കോളജിക്കൽ ക്ലെയിമുകൾ അല്ലാതെ മറ്റ് ഫിസിയോളജിക്കൽ ക്ലെയിമുകളും മെഡിറ്റേഷനെ ആസ്പദമാക്കി പലരും ഉന്നയിച്ചിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതായും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നതായും ഹാർട്ട് ഡിസീസസ് കുറയ്ക്കാൻ സഹായിക്കുന്നതായും പലരും അവകാശപ്പെടാറുണ്ട്. ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള എവിഡൻസുകളെല്ലാം ഞാൻ പരിശോധിച്ചപ്പോൾ റിസൾട്ടുകളെല്ലാം മിക്സഡ് ആണ് എന്നേ പറയാൻ സാധിക്കൂ. ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, ഇമ്മ്യൂണിറ്റി തുടങ്ങിയ മെഡിക്കൽ കണ്ടീഷനിലൊക്കെ മോഡേൺ മെഡിസിനിൽ വരുന്ന ട്രീറ്റ്മെന്റുകളേക്കാൾ മികച്ച റിസൾട്ട് മെഡിറ്റേഷൻ തരുന്നതായി ഒരു പഠനവും കാണിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത പല റിസർച്ചുകളും തെറ്റായ പല കൺക്ലൂഷനിലേക്കും എത്തിയിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തിപരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യം എന്തിനാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ മനസ്സിൽ വിശ്വസിച്ച് വെച്ച പല കഥകളുടെയും അടിസ്ഥാനത്തിലാണ്. ധ്യാനിച്ച് ഈശ്വരനെ അറിഞ്ഞ സന്യാസിമാരും ബോധോദയം ഉണ്ടായ ബുദ്ധന്റെയും ഒക്കെ കഥ കേട്ടാണ് നമ്മൾ വളരുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റു വ്യക്തികളെ അപേക്ഷിച്ച് എന്തൊക്കെയോ സുപ്പീരിയർ നോളജ് ഉണ്ടെന്ന അന്ധമായ വിശ്വാസം പലർക്കും ഉണ്ട്. ഈ അന്ധവിശ്വാസത്തെ മുതലെടുത്ത് തന്നെയാണ് പല ആൾദൈവങ്ങളും ഉടായിപ്പ് സ്പിരിച്വൽ ഗുരുക്കന്മാരും ഒക്കെ ആൾക്കാരെ പറ്റിക്കുന്നത്. ഈ കൾച്ചറിന്റെ ഭാഗമായാണ് മെഡിറ്റേഷനെ ചുറ്റിപ്പറ്റിയുള്ള പല സ്യൂഡോ സയൻസുകളും പടരുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നവർ ദൈവത്തെ അടുത്തറിഞ്ഞവരോ നിങ്ങൾക്കറിയാത്ത എന്തോ അപൂർവ സത്യം മനസ്സിലാക്കിയവരോ ആണ് എന്ന ചിന്താഗതി തെറ്റാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവുകയുമില്ല. എന്താണ് ശരിക്കും ബോധോദയം? ഇതിന്റെ ഉത്തരം നിങ്ങൾ ഏത് കഥയിൽ വിശ്വസിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഹിന്ദു മതവിശ്വാസിയാണ് ധ്യാനിക്കുന്നതെങ്കിൽ പ്രപഞ്ചം മുഴുവൻ പടർന്നു കിടക്കുന്ന ബ്രഹ്മത്തെ അറിയാനുള്ള ഒരു മാർഗമായി അവൻ മെഡിറ്റേഷനെ കാണാം. ധ്യാനിക്കുമ്പോൾ അവന് തോന്നുന്ന ബ്ലിസ്ഫുൾ ഫീലിംഗ്, സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ, അത് ബ്രഹ്മത്തെ അറിയുന്നതായി അവൻ വിലയിരുത്താം. ഒരു ബുദ്ധിസ്റ്റ് ആണ് ധ്യാനിക്കുന്നതെങ്കിൽ ഈശ്വരൻ എന്ന കൺസെപ്റ്റ് തന്നെ അവിടെ വരുന്നില്ല. അവനവനെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു യാത്രയായാണ് ബുദ്ധൻ മെഡിറ്റേഷനെ കാണുന്നത്. സെൽഫ് കൺസെപ്റ്റ് ആണ് ബുദ്ധിസത്തിൽ ഇമ്പോർട്ടന്റ്. ഒരു എത്തീസ്റ്റ് ആണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ ബ്ലിസ്ഫുൾ ഫീലിംഗ് അവന്റെ തലച്ചോറിന്റെ പ്രവൃത്തികളുടെ അനന്തരഫലമായി മാത്രം അവൻ മനസ്സിലാക്കാം. ചുരുക്കത്തിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന, വിശ്വസിച്ചു വെച്ചിരിക്കുന്ന കഥകളാണ് സ്യൂഡോ സയൻസ്. ഈ കഥകളുടെ എക്സ്റ്റൻഷനായി തന്നെയാണ് പല സ്യൂഡോ സയൻസുകളും പടരുന്നതും. മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ദൈവവുമായി ഒരു വൈഫൈ കണക്ഷൻ കിട്ടിയ ആർക്കും ബോധോദയം ഒന്നും ഉണ്ടായില്ല. ബോധോദയം കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പലരും വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ബുദ്ധന്റെ ബോധോദയമല്ല ഹിന്ദു മതത്തിലെ മഹർഷിമാരുടെ ബോധോദയം. വിശ്വസിക്കുന്ന കഥയുടെ അടിസ്ഥാനത്തിൽ ബോധോദയത്തിന്റെ കൺക്ലൂഷനും മാറിക്കൊണ്ടിരിക്കും. ഡിങ്കനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ധ്യാനം വഴി ഡിങ്കനായി സംസാരിക്കാൻ സാധിക്കുന്നതായി ബോധോദയം ഉണ്ടാകാം. ബോധോദയം കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പലരും ഒരു ബോധവുമില്ലാതെ കാട്ടിക്കൂട്ടിയ കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നുമുണ്ട്. ബുദ്ധന്റെ അവകാശി എന്ന ആളുകൾ വിശ്വസിച്ചിരുന്ന റാം ബഹാദൂർ ബോംജോൺ പോക്സോ കേസിൽ നേപ്പാളിൽ ജയിലിലാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥിതി ഇതേപോലത്തെ ബോധോദയം ടീംസിന്റെ കീഴിൽ അകപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ പല ബോധമുള്ള ആൾദൈവങ്ങളും ജയിലിലാകാതെ ഒരു ബിസിനസ് ആക്കി ജീവിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സിക്സ്ത് സെൻസ് കിട്ടുകയോ പറക്കാൻ പറ്റുകയോ ഒന്നുമില്ല. അങ്ങനെ അവകാശപ്പെടുന്ന യോഗികൾ പലപ്പോഴും ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സ്പിരിച്വാലിറ്റി ടീച്ചിങ്സിന്റെ ട്രാപ്പിൽ വീഴാതിരിക്കുക. ഒരു തരത്തിൽ മെഡിറ്റേഷൻ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ അത് ഈ മഹർഷിമാരും യോഗികളുമെന്നും അവകാശപ്പെടുന്ന രീതിയിലല്ല എന്ന് മാത്രം. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അവനവന്റെ ചിന്തകളെ നിരീക്ഷിക്കുന്നത് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു പാട്ടിൽ ലയിക്കുന്ന സംഗീതജ്ഞനും തന്റെ വാക്കുകളിൽ മുങ്ങിപ്പോകുന്ന എഴുത്തുകാരും പുസ്തകത്താളുകളിൽ അകപ്പെട്ട് സ്വപ്നം കാണുന്ന വായനക്കാരനും അനുഭവിക്കുന്ന അതേ തരത്തിലുള്ള ബ്ലിസ്ഫുൾ ഫീലിംഗ് തന്നെയാണ് മെഡിറ്റേഷൻ തരുന്നത്. അതിനുപരി നിങ്ങൾക്ക് അമാനുഷിക ശക്തികളോ സത്യങ്ങളോ തരാൻ മെഡിറ്റേഷന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ശരിയായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം.
മെഡിറ്റേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.